ഫെയർ ഫ്യൂച്ചറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫെയർ ഫ്യൂച്ചർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കുറച്ച് കൺട്രീസ് മാത്രമാണല്ലോ. അതിൽ മെയിൻ ആയിട്ട് കാനഡയാണെന്ന് പറഞ്ഞു. കാനഡയിൽ ആക്ച്വലി അവസരങ്ങളെക്കാട്ടിയും കൂടുതൽ ഇപ്പോൾ കേൾക്കുന്നത് കാനഡ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരുപാട് വ്ളോഗ്സ് ഞാൻ തന്നെ നമ്മൾ എബ്രോഡ് എഡ്യൂക്കേഷനെ പറ്റി നോക്കുമ്പോൾ കാണാറുണ്ട്. പോയ സ്റ്റുഡൻസിൻ്റെ അനുഭവങ്ങൾ, തിരിച്ചു വന്നവരുടെ കഥകൾ, അവരവിടെ അനുഭവിച്ച അങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ളതാണ് എങ്കിൽ പോലും അത് കേൾക്കുന്ന ആളുകൾക്ക് വളരെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഈ കാനഡയിൽ ആക്ച്വലി ബിഹൈൻഡ് ദ സീൻസ് എന്താണ്? കാനഡയുടെ അല്ല പ്രശ്നം, കാനഡയിൽ പോയ കുട്ടികളുടെയാണ് പ്രശ്നം. കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളത് കുറച്ചും കൂടെ ഡീപ്പ് ലെവലിൽ അതൊന്ന് അനാലിസിസ് നടത്തണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെയും ധാരാളം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും പല ക്യാമ്പയിനിങ്ങിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ IELTS പോലും ഇല്ലാതെ ഞങ്ങൾക്ക് കാനഡയിൽ പഠിക്കാൻ പോകാൻ പറ്റും എന്നൊക്കെ രീതിയിലുള്ള പല അഡ്വർടൈസ്മെൻറ്റ്സും മറ്റും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ IELTS ഇല്ലാതെ ഒരു സ്റ്റുഡൻറ്റ് കാനഡയിൽ പോകാൻ വില്ലിംഗ് ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റുഡൻറ്റിനെ അയക്കാൻ ഉള്ളൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ആ സ്ഥാപനവും ഈ സ്റ്റുഡൻസും ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ശരിക്കൊന്ന് ആദ്യമേ തന്നെ നോക്കണം. അതായത് കാനഡ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. അപ്പോൾ അവിടെ കനേഡിയൻ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ പഠിക്കാനായിട്ട് വരുന്ന സ്റ്റുഡൻസിന് ഒരു മിനിമം ഇംഗ്ലീഷ് ലെവൽ ഉണ്ടായിരിക്കണം. അതിനാണ് അവർ IELTS, TOEFL, PTE പോലുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകളുടെ സ്കോറും മറ്റും അഡ്മിഷൻ ടൈമിൽ തന്നെ ചോദിക്കുന്നത്. അപ്പോൾ അതിനെ വേവ് ചെയ്തുകൊണ്ട് ഈ ഇംഗ്ലീഷിൻ്റെ ഒരു ബേസിക് നോളജ് പോലും ഇല്ലാത്ത ധാരാളം കുട്ടികൾ അവിടെയുള്ള പ്രൈവറ്റ് കോളേജസിൽ പല ഏജൻസികൾ മുഖാന്തരം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അവർക്കും കുറച്ച് പ്രയാസമാണ് വിസ കിട്ടാൻ. പക്ഷേ നേരത്തെ പോയ കുറേ പേരുണ്ട്, പ്രത്യേകിച്ചും കോവിഡ് കഴിഞ്ഞ ശേഷമാണ് ഇതിൻ്റെ ഒരു കുത്തൊഴുക്ക് ഇങ്ങനെ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വന്ന കുട്ടികൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യം പൊതുവേ കുറവായിരിക്കും. അവർക്ക് എങ്ങനെയും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ കാനഡ എന്ന് പറഞ്ഞ സ്ഥലത്തൊന്ന് കാലുകുത്തുക, അതിന് വേണ്ടിയിട്ടൊരു സ്റ്റുഡൻറ്റ് വിസയായി ഒരു അഡ്മിഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും പലരും വന്നിരിക്കുന്നത്. ഏതാണ്ടൊരു 7,000-8,000 കുട്ടികളാണ് കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുൻപ് കാനഡയിൽ 4 പ്രൈവറ്റ് കോളേജസ് പെട്ടെന്നൊരു ദിവസം അവർ ഷട്ട് ഡൗൺ ചെയ്തു. അപ്പോൾ ആ കോളേജസിൽ പഠിക്കാനായിട്ട് വന്ന കുട്ടികളെല്ലാം ഇപ്പം ശരിക്കും സ്ട്രീറ്റിലാണെന്ന് തന്നെ പറയാം. കാരണം അവർ പ്രോപ്പറായിട്ടുള്ള അഡ്മിഷൻ റിക്വയർമെൻ്റ് ഒന്നും മീറ്റ് ചെയ്യാതെ ഇതുപോലത്തുള്ള പ്രൈവറ്റ് കോളേജസിൽ വന്നതായതുകൊണ്ട് അവരുടെ പ്രൈവറ്റ് കോളേജ് അടച്ചു പൂട്ടിപ്പോയപ്പോഴേക്കും അവർക്ക് ഇപ്പോൾ ഉള്ള അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവിടുത്തെ ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിലേക്ക് കയറാനും ഒട്ടും സാധ്യമല്ല. അപ്പോൾ ആ കുട്ടികളെല്ലാവരും അവിടെ അങ്ങനെ സ്ട്രാൻഡായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ ഇല്ലീഗലായിട്ട് പാർട്ട് ടൈം വർക്കൊക്കെ ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടാവും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോയ പല കുട്ടികളും, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ തന്നെ പോയിട്ടുള്ള ചില കുട്ടികളുടെ കേസിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ, അക്കോമഡേഷൻ വലിയൊരു ഇഷ്യൂ ആയിട്ട് പല സ്റ്റുഡൻസും പറയുന്നുണ്ട് ഇപ്പം. പക്ഷേ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിലോ ഗവൺമെൻറ് കോളേജസിലോ പോയ ഒരു സ്റ്റുഡൻറ്റും അക്കോമഡേഷൻ ഇഷ്യൂ ആയിട്ട് ഒരു സ്ഥലത്തും ഒരു ബ്ലോഗിലും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവർക്ക് എത്ര ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വന്നാലും അവിടുത്തെ ഡൊമസ്റ്റിക് സ്റ്റുഡൻസ് വന്നാലും അവർക്ക് താമസിക്കാനും അവരുടെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തയ്യാറാക്കി വെച്ചിട്ടാണ് അവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസിൽ പ്രവർത്തിക്കുന്നത്. നേരെ മറിച്ച് ഇപ്പോൾ പ്രൈവറ്റ് കോളേജസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 4-5 റൂമിൽ ഒരു ബിൽഡിങ്ങിൽ ഉള്ളതാണ് ഒരു കോളേജ്. അവർക്കൊരിക്കലും ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയോ മറ്റു കാര്യങ്ങളോ കാണത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പഠിക്കാനായിട്ട് വരുന്ന സ്റ്റുഡൻസ് അവർക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏതെങ്കിലും ഒരു കനേഡിയൻ ഫാമിലിയുടെ കൂട്ടത്തിലുള്ളൊരു റൂമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതുപോലത്തുള്ളൊരു താമസ സ്ഥലം കണ്ടുപിടിക്കുന്നത് വലിയൊരു ചലഞ്ച് തന്നെയാണ്. കാരണം അവിടെയുള്ള ഫാമിലീസ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ഒരാളോട് ഒരു റൂം അവർക്ക് റെൻ്റ് ഔട്ട് ചെയ്യാനുണ്ടെന്നുള്ള രീതി അറിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ചോദിക്കുന്നത് നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് കോളേജിൽ പഠിക്കാൻ വന്നവരാണ്. അപ്പോൾ ഒരു പ്രൈവറ്റ് കോളേജിൽ പഠിക്കാൻ വന്നൊരു കുട്ടിയാണ്, ഇന്ത്യയിൽ നിന്നാണ് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നാണ്, ശ്രീലങ്കയിൽ നിന്നാണെന്ന് പറയുമ്പോൾ തന്നെ കനേഡിയൻസിന് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ്. നമുക്ക് അവരെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർക്കറിയാം ഈ സ്റ്റുഡൻറ്റിനായിട്ട് വന്നിരിക്കുന്ന ആൾ ഒരു പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവർക്കൊരു പാർട്ട് ടൈം ജോലി പോലും കിട്ടാത്ത ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും. കാരണം ഇംഗ്ലീഷ് പോലും അവർക്ക് നേരെ സംസാരിക്കാൻ അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് എൻ്റെ വീട്ടിലൊരു റൂം വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ 2 മാസം 3 മാസം പോലും ഇവരവിടെ താമസിക്കത്തില്ല. അതിനു മുമ്പ് തന്നെ ഇവരെ ഇറക്കി വിടേണ്ടി വരും. കാരണം റെൻറ്റ് പ്രോപ്പറായിട്ട് ഇവർ പേ ചെയ്യുകയില്ല. കാരണം ജോലി പോലും കിട്ടില്ല. നാട്ടിൽ നിന്ന് പൈസയൊന്നും കാര്യമായിട്ട് കൊണ്ടുവരാത്ത കുട്ടികളായിരിക്കും കൂടുതലും. അവർക്ക് ഹെവി റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ കഴിഞ്ഞ കോവിഡിന് ശേഷം ഒരുപാട് കുട്ടികൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും മിക്കവാറും പേർക്ക് അവിടെ അക്കോമഡേഷൻ കോളേജിൽ നിന്ന് കിട്ടത്തില്ല. സ്വന്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ടും ഇവർക്ക് അക്കോമഡേഷൻ കിട്ടാനായിട്ടുള്ള പ്രയാസം വന്നു. അങ്ങനെ വന്നപ്പോഴേക്കും ഇവർ പിന്നെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പം കേരളത്തിൽ തന്നെ ഞാൻ പേര് പറയാൻ പാടില്ല, പല കമ്പനികളും പെട്ടെന്ന് ഇതൊരു ബിസിനസ്സാണെന്ന് കണ്ടിട്ട് കാനഡയിൽ അക്കോമഡേഷൻ ശരിയാക്കി കൊടുക്കുന്ന ഒരു ബിസിനസ് ആണെന്നുള്ള കണ്ടിട്ട് കോളേജിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അല്ലാത്ത കുറച്ച് ആൾക്കാർ അക്കോമഡേഷൻ മാത്രം ശരിയാക്കി കൊടുക്കാനായിട്ട് ചില കമ്പനികളൊക്കെ പെട്ടെന്ന് രൂപം കൊണ്ടു.
അപ്പോൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ കാനഡയിൽ പോയപ്പോൾ ഞങ്ങൾ കണ്ട കാര്യമാണ്. ഒരു റൂമിൽ 15 സ്റ്റുഡൻസ് താമസിക്കുന്നു. ഒരു റൂമിൽ ഈ 15 പേർക്കും കൂടെ ഒറ്റ വാഷ്റൂം. എന്നിട്ട് അങ്ങനെയുള്ള റൂമിൽ താമസിച്ച ഞങ്ങളുടെ തന്നെ ഒരു സ്റ്റുഡൻറ്റ്, ഈ സ്റ്റുഡൻറ്റിന് ഒരിക്കലും ഞങ്ങളായിട്ട് അങ്ങോട്ടേക്ക് അയച്ചതല്ല. കാരണം ഞങ്ങളെപ്പോഴും ഒരു സ്റ്റുഡൻറ്റിൻ്റെ അക്കോമഡേഷന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് ത്രൂ കോളേജ് വഴി തന്നെയാണ്. ഒന്നുകിൽ കോളേജിനകത്ത് തന്നെയുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി എടുക്കുക, അല്ലെങ്കിൽ കോളേജ് തന്നെ നേരിട്ട് അറേഞ്ച് ചെയ്യുന്ന ഹോം സ്റ്റേ എടുക്കുക. ഇത് രണ്ടും ആവറേജ് ഒരു $700 to $800 പെർ മന്ത് എക്സ്പെൻസ് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ തന്നെ പല കുട്ടികളും ഈ $800 കൊടുക്കുന്നതിന് പകരം $250 $300 അക്കോമഡേഷൻ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ചില ക്യാമ്പയിനിങ് ഒക്കെ കണ്ടിട്ട് അവർ സ്വന്തമായിട്ട് പോയി അക്കോമഡേഷൻ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി എടുത്തു. അപ്പോൾ ആ പോയി എടുത്ത കുട്ടികൾ പറഞ്ഞാണ് ഞങ്ങൾ പോലും ഇത് അറിയുന്നത്. ഇങ്ങനെ ഒരു റൂമിൽ 15 പേര് വരെ താമസിക്കുന്നു. അങ്ങനെ പോയ പലർക്കും അതുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. കാരണം എപ്പോഴും മുറിക്കകത്ത് ആൾക്കാർ നിറഞ്ഞു നിൽക്കുകയാണ്. തന്നെ ഒരു സാധനം പോലും അവർക്ക് സേഫായിട്ട് വെക്കാൻ പറ്റില്ല. ആ റൂമിൽ താമസിക്കുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന മുൻപരിചയം ഇല്ലാത്ത കുട്ടികൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഒരു 15 പേരുടെ ഗ്രൂപ്പ്. അതെ, അതിൻ്റെ പേരിലുണ്ടാകുന്ന മെൻ്റൽ സ്ട്രെസ്സും മറ്റും അവരുടെ സ്റ്റഡീസിനെ വരെ ബാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ജെനുവിനായിട്ടുള്ള ആൾക്കാർ കൂടി അല്ലാതെ, ഇപ്പം ഞങ്ങൾ അവരോട് പറയുമ്പം അവരൊരു $750 കൊടുക്കേണ്ട സ്ഥാനത്ത് അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ ക്രമേണ അവർക്ക് മനസ്സിലാവും അതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അസൗകര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന കാര്യം വെച്ചാൽ ഈ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഗ്രോ ചെയ്യുന്നതനുസരിച്ച് അതിനോടൊപ്പം കുറേ വീഡ്സും ഉണ്ടാവും. അതിനെ നമ്മൾ ഉണ്ടാവും. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനകത്ത് എനിക്ക് നല്ല സർവീസ് തരാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള ഏജൻസി ഏതാണെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തല്ല അവർ മനസ്സിലാക്കേണ്ട, സ്വന്തം നിലയ്ക്ക് അവരും മനസ്സിലാക്കണം. കാനഡയിലെ അവസരങ്ങൾ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്ളോഗ്സ് ഒക്കെ കാണുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്. എന്താണ് ആക്ച്വലി കാനഡയിൽ ഇപ്പോഴും അവസരങ്ങളുണ്ട്? കാനഡയിൽ ഓരോ ദിവസവും അവസരങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കനഡിയൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോയാൽ കാണാൻ പറ്റുക 2024 9 ലക്ഷം സ്റ്റുഡൻറ്റ് വിസാസ് കൊടുക്കാനാണ് അവരിപ്പം തീരുമാനം എടുത്തിരിക്കുന്നത്. 9 ലക്ഷം, 1-2 അല്ല. കാരണം കാനഡ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമാണ്. പക്ഷെ അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് കേവലം 3 കോടിയാണ്. കേരളത്തിൻ്റെ അത്രയും പോലും പോപ്പുലേഷൻ ഇല്ല. അതിൽ തന്നെ ഏതാണ്ട് ഒരു 50 to 60% ആൾക്കാർ 50 വയസ്സ് മുകളിലേക്കുള്ള പ്രായത്തിൽ ഏജിങ് പോപ്പുലേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഒരു ഹ്യൂജ് മാൻ പവർ ഷോർട്ടേജാണ് കനഡിയൻ എംപ്ലോയ്മെൻറ്റ് സെക്ടറിൽ വരാൻ പോകുന്നത്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും സേഫായിട്ടുള്ള 2ാമത്തെ കൺട്രിയുമാണ് കാനഡ. ഈ ഒരു റാങ്കിങ് അവർ എത്രയോ വർഷമായിട്ട് നിലനിർത്തി പോരുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് കാനഡയിലേക്ക് വരുന്നത്. കാരണം കാനഡയെ സംബന്ധിച്ചിടത്തോളം IT-യുടെ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ഹബ്ബാണ് കാനഡയിലുള്ള, ആഫ്റ്റർ സിലിക്കോൺ വാലി. ലോകത്തിലെ ഏറ്റവും വലിയ ഫാമിംഗ് ലാൻഡ്സാണ് കാനഡയ്ക്കുള്ളത്. ചൈനയെക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാമിംഗ് ടെക്നോളജീസാണ് കാനഡയ്ക്കുള്ളത്. പക്ഷെ അവരുടെ പോപ്പുലേഷൻ്റെ കുറവാണ് അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈസിസ്. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് അവരുദ്ദേശിക്കുന്നത് PR വഴി ഡയറക്റ്റായിട്ട് ആൾക്കാരെ കുറച്ച് പേര് അവിടെ കൊണ്ടുവന്നെങ്കിലും അവരുദ്ദേശിച്ച പോലുള്ളൊരു പ്രയോജനം കനഡിയൻ എക്കോണമിയിൽ അതുമൂലം ഉണ്ടായില്ല. കാരണം അങ്ങനെ PR-ൽ കൂടെ കാനഡയിൽ വന്നവരെല്ലാവരും തന്നെ ഔട്ട്സൈഡ് കനഡിയൻ ക്വാളിഫിക്കേഷനുമായിട്ട് വന്നവരാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ ധാരാളം പേര് പോയി. പക്ഷെ അവർക്കെല്ലാം അവിടെ ചെന്നതിന് ശേഷം അല്ലെങ്കിൽ കനഡിയൻ ഗവൺമെൻറ് അവർ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത് ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ് ആയിരുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നൊരു ഡോക്ടർ PR കിട്ടി കാനഡയിൽ വന്നാലും അവർക്ക് ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഒരുപാട് എക്സാംസ് പാസ്സാവണം. അതെ, അവിടുത്തെ ഒരു ഡോക്ടർക്ക് ഈക്വലൻ്റ് ആണെന്നുള്ള ഇവർ പ്രൂവ് ചെയ്യാനുള്ള എക്സാംസ് പാസ്സാണ്. അത് പാസ്സാവുന്നില്ല. 1000 പേര് എഴുതിയാൽ 2 പേര് 3 പേരാണ് പാസ്സാവുന്നത്. പക്ഷെ അങ്ങനെ വന്ന 1000 പേരിൽ ബാക്കി പാസ്സാവാത്ത ആൾക്കാരും അവിടെ നിൽക്കുകയും അവർക്ക് ഒരു ഡോക്ടറായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അവരുടെ ഫാമിലി അവിടെ കൊണ്ടുവന്നുകൊണ്ടും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള എയ്ഡ് ഗവൺമെൻറ് കൊടുക്കേണ്ടി വരുന്നു. കാനഡ തന്നെ നേഴ്സസ്, ആയിരക്കണക്കിന് നേഴ്സസ് കാനഡ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു BSc നഴ്സിംഗ് പാസ്സായിട്ടുള്ള ഒരാൾക്ക് കാനഡയിൽ വന്ന നേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് NCLEX അല്ലെങ്കിൽ CGNFS പോലുള്ള എക്സാംസ് ക്ലിയർ ചെയ്യുക വളരെ ടഫാണ്. ആ എക്സാംസ് ഒരു ലൈഫ് ടൈമിൽ അവർക്ക് ആകെ 3 പ്രാവശ്യം എഴുതാൻ പറ്റുള്ളൂ. 3 അറ്റംപ്റ്റിൽ അവർ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ ധാരാളം ആൾക്കാർ PR വഴി വന്നാൽ അത് ഉദ്ദേശിച്ച പ്രയോജനം ഉണ്ടാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇപ്പം കനഡിയൻ ഗവൺമെൻറ് സ്റ്റുഡൻറ്റ് വിസ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും മാത്രമല്ല അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക് കോഴ്സ് കഴിഞ്ഞാൽ ഒരു എംപ്ലോയറുടെ ജോബ് സപ്പോർട്ട് ലെറ്റർ ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ ജോബ് ഓഫർ ലെറ്റർ ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് കനഡിയൻ ഗവൺമെൻറ് വർക്ക് പെർമിറ്റ് കൊടുക്കുന്നു. ആ വർക്ക് പെർമിറ്റിൽ കേവലം 1 വർഷമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റായിട്ടൊരു സ്പോൺസർ ഇല്ലാതെ PR ഫയൽ ചെയ്തിട്ട് PR എടുത്തിട്ട് പെർമനൻ്റ് ആയിട്ട് കാനഡയിൽ നിൽക്കാനുള്ള സൗകര്യം. ദെൻ ഇൻ കേസ് അങ്ങനെ വരുന്ന സ്റ്റുഡൻറ്റ് മാരീഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്പൗസിനെയും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും കാനഡയിൽ കൊണ്ടുവരാം.
സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ തന്നെ. ഫെയർ ഫ്യൂച്ചറിൽ നിന്ന് ധാരാളം ആളുകൾ ഇപ്പം ഫാമിലിയോട് കൂടി തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ കാനഡയിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ഒരാളിൻ്റെ സ്പൗസിന് അവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിൻ്റെ കോഴ്സിൻ്റെ കാലാവധിയുടെ മുഴുവൻ സമയവും അവർക്കവിടെ ഫുൾ ടൈം ജോലി ചെയ്യാം. അവർക്ക് IELTSോ മറ്റ് ക്വാളിഫിക്കേഷൻസോ ഒന്നും തന്നെ അവിടെ വിസ കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മാനദണ്ഡമില്ല. കുട്ടികളെ കൊണ്ടുവരുവാണെങ്കിൽ കുട്ടികൾക്ക് ഗ്രേഡ് 12 വരെ കനഡിയൻ ഗവൺമെൻറ് സ്കൂൾസിൽ ഫ്രീ എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഈ ഫെസിലിറ്റീസ് എല്ലാം കാണിക്കുന്നത് കാനഡയ്ക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരെ ആ രാജ്യത്തേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? സ്റ്റുഡൻറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ കനഡിയൻ യൂണിവേഴ്സിറ്റീസിൽ കനഡിയൻ സ്റ്റുഡൻസിനോടൊപ്പം കനഡിയൻ ഫാക്കൽറ്റീസിൻ്റെ കോച്ചിങ്ങിൽ കൂടി അവരെ ഒരു ടിപ്പിക്കൽ കനഡിയൻ ഗ്രാജുവേറ്റ് ആക്കി പുറത്തേക്ക് വരികയാണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് കനഡിയൻ എംപ്ലോയേഴ്സിന് ആവശ്യം. അല്ലാതെ മറ്റ് രാജ്യങ്ങളിലുള്ള അവിടുത്തെ സിലബസിൽ പഠിച്ചു വന്ന ആൾക്കാരെ അല്ല ഇവർക്ക് വേണ്ടത്. കനഡിയൻ സിസ്റ്റത്തിലേക്ക് പറ്റുന്ന രീതിയിൽ ഇവരെ ഒരുക്കിയെടുക്കുന്ന കനഡിയൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ക്ലാസ് റൂംസാണ്. യാതൊരു തരത്തിലുള്ള ഏജ് റെസ്ട്രിക്ഷനും ഇല്ല. കാനഡയിൽ ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാം, എത്ര സ്റ്റഡി ഗ്യാപ്പ് ഉണ്ടെങ്കിലും പഠിക്കാം, പ്രൊവൈഡഡ് വരുന്നവരുടെ ഉദ്ദേശം ആദ്യം പഠിക്കാൻ തന്നെയാണ് എന്നുള്ളവർ പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവസരങ്ങൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ്.